ഇതുവരെ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തിയില്ലേ? രാജു കൂട്ടിക്കൊണ്ടുവരാൻ പോയിട്ടുണ്ട്. അല്ല, എന്ത് ചികിത്സയാ ഗോവിന്ദ ചെയ്യാൻ പോകുന്നത്? അതേപ്പറ്റിയൊന്നും മുത്തശ്ശൻ എന്നോട് പറഞ്ഞില്ല. ആ, തലയില് തളം വയ്ക്കലാവും, അല്ലാതെ എന്ത് ചികിത്സ ഇതിനൊക്കെ? എളേമ്മേ, അതത്ര നിസ്സാരമായി കാണണ്ട. ഓ, ആരൊക്കെയാ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഞാനും സ്വാതിയും കൂടെ പോകുന്നുണ്ട്. പിന്നെ അങ്കിളും വല്യപ്പച്ചയും മനയിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, മോളെത്തിയല്ലോ. ഇത് എന്റെ ബാഗല്ലേ? മോളെ, നിന്നെ ചികിത്സയ്ക്ക് ഗോവിന്ദ് മനയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം നീ മറന്നോ? അതിനാ ഗോവിന്ദ് വന്നത്. ലച്ചു മാത്രമല്ല, സഞ്ജു ഞാനും കൂടെ വരുന്നുണ്ട്. അല്ല, ഒരു തലവേദനയ്ക്ക് അത്രയും ദൂരെ പോയി ചികിത്സ നടത്തണോ? ഇത് ഒരു തവണ ചെയ്താൽ മതി, പിന്നെ തലവേദന തിരിച്ചു വരില്ല. മോൾ അവരോട് പോയിട്ട് വാ. ഞങ്ങളുടെ എല്ലാ അനുഗ്രഹവും നിനക്കുണ്ടാവും. നിന്റെ അസുഖം മാറാൻ ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കും. അത് വേണം ലച്ചു. നിന്നെ കാണാൻ ഞങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ആ കാര്യം വിളിച്ചു പറഞ്ഞപ്പോ ഞങ്ങൾ ഭയന്നുപോയി. ആ, ഒരു അറ്റാക്ക് ലച്ചുവിനെ ലക്ഷ്യം വെച്ചായിരുന്നു. ലച്ചുവിനെ ലക്ഷ്യം വെച്ചു? ആന്തിനാ? ഇതിന്റെ പിന്നിൽ ആരാ? അറിയില്ലെങ്കിൽ അതാരും ആയിക്കോട്ടെ, എന്തായാലും ശ്രീകുട്ടിക്കും സഞ്ജുവിനും ഒന്നും പറ്റിയില്ലല്ലോ എന്ന് കരുതി അതാരാന്നറിയണ്ടേ? പെട്ടെന്നുള്ള അറ്റാക്കായിരുന്നു. ആദ്യം എന്താണെന്ന് പോലും ആർക്കും മനസ്സിലായില്ല. എന്തായാലും ആർക്കും ഒരു പരിക്കും പറ്റാതെ രക്ഷപ്പെടാൻ പറ്റി. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. ഇതാരോ കരുതിക്കൂട്ടി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത അറ്റാക്കാണ്. ഇതാരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിച്ചേക്കാം. മുത്തശ്ശൻ വരുന്നുണ്ട്. തിരുമേനി നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ. ലക്ഷ്മി
ഇപ്പൊ തലവേദന എങ്ങനെയുണ്ട്? അത് ഇടയ്ക്കിടയ്ക്ക് വല്ലാത്ത വേദനയുണ്ട്. തല പിളർന്നു പോകുന്നത് പോലെയാ തോന്നുന്നു. പ്രശ്നമാണല്ലോ. ആ തലവേദന നമുക്ക് മാറ്റിയെടുക്കണ്ടേ? വേണം. ഈ തലവേദന മാറിക്കിട്ടിയ വലിയ ഉപകാരമായിരിക്കും. സ്വാതിയും സഞ്ജുവും വെറുതെ അല്ല അവളുടെ കൂടെ മനയിലേക്ക് പോയിരിക്കുന്നെ. അവളെ ചികിത്സിപ്പിച്ച് രക്ഷപ്പെടുത്തി അവര് മംഗലശ്ശേരിയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അവളെ അവർ തിരിച്ചു മംഗലശ്ശേരിയിലേക്ക് കൊണ്ടുവരരുത്. മംഗലശ്ശേരിയുടെ ഐശ്വര്യമാ ലച്ചു. അത് പാടില്ല. ആ തിരുമേനി പറഞ്ഞത് ഗൗതമേട്ടന് ഓർമ്മയില്ലേ? ശരിയാ. ലക്ഷ്മിയുടെ സാന്നിധ്യ മംഗലശ്ശേരിയുടെ ഐശ്വര്യത്തിന് കാരണം. അവൾ ഇവിടുന്ന് പോയ ആ പഴയ ശാപങ്ങൾ മംഗലശ്ശേരിയെ മുടിക്കും. സ്വത്ത്, സമ്പാദ്യം, കമ്പനി എല്ലാം തകർന്ന് സഞ്ജുവും ശ്രീദേവിയും പിച്ചെടുക്കും. അപ്പോ നമ്മളിനി എന്താ ചെയ്യണ്ടേ? മംഗലശ്ശേരിയിലെ ഐശ്വര്യമായ ലച്ചു ഇനി ഒരിക്കലും മംഗലശ്ശേരിയിൽ എത്താൻ പാടില്ല. അതിനിത്ര ആലോചിക്കാൻ എന്താ? ആ മൂസിന്റെ മനയെ വെച്ച് തന്നെ ലച്ചുവിന് എന്തെങ്കിലും സംഭവിക്കണമെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളത് നടപ്പാക്കണം. സ്വാതിയും സഞ്ജുവും അവളോടൊപ്പം അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഗോവിന്ദും മൂസിനെയും സൂക്ഷിക്കണം. അപ്പൊ പിന്നെ ഏട്ടൻ പറഞ്ഞ കാര്യം അത്ര ഈസിയല്ല. അവിടെ വച്ച് അവളെ തീർക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ നമുക്ക് മറ്റൊന്ന് ചെയ്തൂടെ? അതെന്താ? അക്കാര്യം നിങ്ങൾ എനിക്ക് വിട്ടേക്കും. എന്നാലും എന്താ ഐഡിയ എന്നാ ഞങ്ങൾക്കറിയേണ്ടത്. കൊട്ടി ഘോഷിച്ച് ലച്ചുവിനെ ഇല്ലാതാക്കാൻ പോയിട്ട് ഇപ്പൊ എന്തായി അവസ്ഥ? ഇനിയിപ്പോ വലിയ ആഘോഷവും ബിൽഡപ്പും ഒന്നും ഇല്ലാതെ ഞാൻ എനിക്ക് പറ്റുന്ന ഒരു കാര്യം ചെയ്യാം. ലച്ചു, അവളെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇനി താമസമില്ല, അത് ഞാൻ ചെയ്തിരിക്കും. അതിന് ഞാൻ എന്ത് ത്യാഗവും ചെയ്യും. സ്വാതി പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സഞ്ജു ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാം. സ്വാതി എവിടേക്ക് പോവാ? എല്ലാം ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. ഹ. തിരുമേനി പറഞ്ഞ ആ ആളുമായിട്ടേ ഞാൻ തിരിച്ചു വരൂ. സ്വാതി എവിടേക്കാ? എന്താന്ന് പറയേ, ഞാനും കൂടി വരാന്ന്. വേണ്ട, ഇത് ഞാൻ ഒറ്റയ്ക്കാ നല്ലത്. നമുക്ക് ലച്ചുവിനെ രക്ഷിക്കണം. ഞാൻ പോയിട്ട് വരാം. സ്വാതി ഇവിടേക്ക് ഞാൻ ഒപ്പം ചെല്ലണ്ടെന്ന് പറഞ്ഞു. അപ്പോ ലച്ചുവിന്റെ പഴയകാല ജീവിതത്തിൽ അത്രയ്ക്ക് സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരാ? ആരെയാ സ്വാതി കൊണ്ടുവരാൻ പോയത്? വരട്ടെ, നോക്കാം. നീയാണെന്ന് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് നീയാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. പക്ഷെ അല്ലെന്ന് അമ്മ ആവർത്തിച്ചു പറയുന്നു. അവൾക്ക് ഓർമ്മയില്ല തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്കൊന്നും ചെയ്യാനില്ലേ? നീ താലി കെട്ടിയ പെണ്ണ് ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പോകാൻ നിനക്ക് കഴിയോടാ? നിന്നെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഒരു പരീക്ഷണം നടത്താനാണെന്ന് നീ കരുതിയോ? അല്ല, അമ്മൂന്റെ കാര്യത്തില് നിനക്കുള്ള ഉത്തരവാദിത്വം അറിയാനാ. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഒരിക്കൽ വന്നതല്ലേ? നിങ്ങളല്ലേ അവളെ എന്നോട് വിടാത്തത്? ഇപ്പോ അവൾക്ക് ഓർമ്മ പോയിട്ട് എന്നെ തിരിച്ചറിയാത്ത നിലയ്ക്ക് എന്റെ തലയിലോട് കെട്ടിവെക്കാൻ നോക്കുവാണല്ലേ? നീ ഒരു ഭർത്താവാണെങ്കിൽ ഇങ്ങനൊരു വാചകം പറയോടാ? സത്യം പറയടാ, നീ തന്നെയാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് തല്ലിയല്ലടി.
ഞാൻ ശരിക്കും ആരാണെന്ന് നിനക്കറിയില്ല. എനിക്കറിയാടാ. അത് പറയാതെ ഈ മനയുടെ മതിൽ വിട്ട് നീ പോവില്ല. സഞ്ജയ് തന്നെയാണോ നിന്റെ പേര്? നിന്റെ ശരിക്കുള്ള പേര് പറയടാ. നീ പോവില്ലെന്ന് ഞാൻ പറഞ്ഞാ നീ പോവില്ല. എനിക്കിപ്പോ ഉറപ്പായി അമ്മുവിന്റെ ഭർത്താവ് നീ അല്ലെന്ന്. വിവാഹം വരെ അമ്മുവിന് എല്ലാരെയും ഓർമ്മയുണ്ടായിരുന്നു. അവളുടെ വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം. പിന്നെന്താ നിന്നെ അവൾ ഓർക്കാത്തെ? നീ എവിടെ നിക്ക്. അമ്മുവിന്റെ കല്യാണം കൂടിയ ആളുകള് പെരുവണ്ണാപുരത്തുണ്ട്. ഒരു കരയ്ക്ക് അക്കരയാ സ്ഥലം. അവിടുത്തെ ആൾക്കാര് വരട്ടെ. അവര് നിന്നെ കണ്ട തിരിച്ചറിയൊന്ന് നോക്കട്ടെ. എന്തായാലും നിന്റെ പോക്കറ്റില് ഡ്രൈവിംഗ് ലൈസൻസ് എങ്കിലും കാണാതിരിക്കില്ലല്ലോ. ഞാനൊന്ന് ഗോവിന്ദിനെ വിളിക്കട്ടെ. ഗോവിന്ദ് ഇവിടെയുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് വരും. നീ ശരിക്കും ആരാണെന്ന് തെളിഞ്ഞിട്ട് ഇവിടുന്ന് പോയാ മതി. നീ വന്ന് വീണിരിക്കുന്നതേ ഞാൻ വിരിച്ച വലയില. ഇന്ന് എനിക്കൊരു ഉറപ്പ് വരുത്തണം. അമ്മുവിന്റെ ഭർത്താവ് നീയാണോ അല്ലേ എന്ന്. നീ ഏറ്റു പറഞ്ഞ നിന്നെ ഞാൻ പോകാൻ അനുവദിക്കാം. അത് ഞാനായി നിന്നെ കൂട്ടിക്കൊണ്ടു വന്നതിനുള്ള ഔദാര്യം. അല്ലെങ്കിൽ നീ ആൾമാറാട്ടത്തിനകത്താവും. ശ്രീകുട്ടി ഒന്നും വിട്ടു പറയുന്നുമില്ല. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ചില തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടാവും. നമ്മൾ കുടുങ്ങുമെന്ന കാര്യം 100% ഉറപ്പായി. അവൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുന്നു ഞാൻ ഒരിക്കലും കരുതിയില്ല. ആരുടെ കാര്യം ദിനേശേട്ടൻ പറയുന്നേ? കിച്ചനെ പറ്റി തന്നെയാ. ശ്രീകുട്ടിയുടെയും വല്യച്ഛയുടെയും മുന്നില് അവനല്ലേ അമ്മുന്റെ ഭർത്താവ്. ശ്രീകുട്ടിയാണെങ്കിലോ അവനെ മനയിലേക്ക് വിളിച്ചോണ്ടുപോയി. അങ്ങോട്ട് പോകുന്ന കാര്യം അവൻ എന്നെ വിളിച്ചു പറഞ്ഞതുമില്ല. കിച്ചൻ ഇവിടെയും വന്നിട്ട് പോയതല്ലേ. അമ്മു പഴയ പല്ലവി തന്നെ ആവർത്തിക്കും. അതിന് നമ്മളെന്തിനാ കൂട്ടുനിൽക്കുന്നത്? ശ്രീകുട്ടി അവനെ വെറുതെ കൊണ്ടുപോയതല്ല. സത്യം അറിയാനുള്ള ശ്രമമാ അവൾ നടത്തിയത്. അപ്പോ അവനല്ല അമ്മുന്റെ ഭർത്താവെന്ന് അവൻ സമ്മതിച്ചോ? സമ്മതിച്ചെന്ന് മാത്രമല്ല, ഈ വീട്ടിലുള്ള ഒരാളാ അവനെ അമ്മുവിന്റെ ഭർത്താവിന്റെ വേഷം കെട്ടിച്ച് കൊണ്ടുപോയതെന്നും അവൻ അവളോട് അത് ഏറ്റു പറയുകയും ചെയ്തു. അയ്യോ, അപ്പൊ ദിനേശേട്ടന്റെ പേര് കിച്ചൻ പറഞ്ഞോ? എന്റെ പേര് മാത്രം വെളിപ്പെടുത്തില്ലെന്ന് അവൻ പറഞ്ഞത്. അതിന് സത്യമാണോന്ന് കണ്ടു തന്നെ അറിയണം. സ്വാതിനി അതിന്റെ പിന്നാലെ വരും. എന്തിന് അമ്മുവിന്റെ ഭർത്താവായി കിച്ചനെ കൊണ്ടുവന്നതെന്ന് അവള് ചോദിച്ചാ എന്ത് മറുപടി ദിനേശങ്ങൾ പറയും? പിടിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ മാത്രമായിരിക്കില്ല, സഞ്ജു നിങ്ങൾ രണ്ടുപേരും പെട്ടത് തന്നെ. ദിനേശേട്ടൻ കിച്ചനെ വിളിച്ച് പിടി കൊടുക്കാതെ ഒന്ന് മാറി നിൽക്കാൻ പറ. ഇത് കേട്ടിട്ട് എനിക്ക് ദേഹം ആകെ വിറക്കുക. കിച്ചനെ ഞാൻ പിന്നീട് വിളിച്ചിട്ട് അവൻ കോൾ എടുക്കുന്നില്ല, ഫോൺ കട്ട് ചെയ്യുക. ഏത് നേരത്തെ ദൈവം സഞ്ജുവിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കാൻ എനിക്ക് തോന്നിയത്. അച്ഛാ, ലച്ചുവിന്റെ ജീവിതം നേരെ ആവണമെങ്കിൽ ഇക്കാര്യത്തിലൊരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാവണം. അതുണ്ടായേ പറ്റൂ. മോളെ, എന്തായാലും ഇപ്പൊ ലച്ചുവിന്റെ ട്രീറ്റ്മെന്റ് നടക്കുകയല്ലേ. നമുക്ക് അവളുടെ തിരിച്ചറിവ് കിട്ടാൻ പ്രാർത്ഥിക്കാം. അതല്ലേ പ്രധാനം. പ്രധാനം അത് തന്നെയാ. പക്ഷെ മംഗലശ്ശേരിയിൽ ആ ആളെ കണ്ടെത്തണോ അച്ഛാ? മോളിപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ ആവണ്ട. ആദ്യം ലച്ചുവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേ. അവൾക്ക് ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. അച്ഛൻ പറഞ്ഞത് ശരിയാ. എങ്ങനെയും ലച്ചുവിന് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടട്ടെ.
മംഗലശ്ശേരിയിലെ ആ ആള് ആരാണെന്ന് പറയാൻ ലച്ചുവിന് കഴിയുമെന്ന് അറിയാലോ. ഇനി ആ ആള് അവൾക്ക് ഓർമ്മയില്ലെങ്കിലും അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. മംഗലശ്ശേരിയിലെ ആ ആളെ ഞാൻ കണ്ടെത്തു വച്ചാ അതുറപ്പാ. പറ്റിയ സമയം ദൈവം എന്നോടൊപ്പം തന്നെയുണ്ട്. ഉറങ്ങുന്ന കണ്ടില്ലേ? അപ്പൊ ഇതുകൂടെ അങ്ങ് ഉള്ളിൽ ചെന്നാലേ ഈ ഉറക്കത്തിന് ഇച്ചിരി കൂടി പവർ കൂടും. ഇവരെന്താ ആ കപ്പിനകത്ത് പൊടിച്ചു ചേർത്തത്? ഇനി ലച്ചുവിനെ അപകടപ്പെടുത്താൻ വല്ലത് വേണോ?
ഇത് മെമ്മറിയാകെ ലോസങ്ങളിലെ മെഡിസിൻ ആണല്ലോ. പാവം ലച്ചു, ഇത് കഴിച്ചിരുന്നെങ്കിലോ? ഞാൻ കണ്ടത് ഭാഗ്യമായി. അപ്പൊ ഇതായിരുന്നല്ലേ അവരുടെ വരവിന്റെ ഉദ്ദേശം. അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. ചേച്ചി, അയ്യോ ചേച്ചി, അയ്യോ രക്ഷിക്കണേ ചേച്ചി, അയ്യോ ആരെങ്കിലും രക്ഷിക്ക്, അയ്യോ ചേച്ചി, അയ്യോ ആരെങ്കിലും ഓടി വരണേ, എന്റെ ചേച്ചി രക്ഷിക്കണേ, ചേച്ചി ആരെങ്കിലും ഓടി വരണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ എന്റെ മോളെ എന്നെ വീട് പറയണേ. ചേച്ചി ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. സഞ്ജുവ ഇങ്ങോട്ട് പോ. ആരെങ്കിലും ഓടി വായോ. സ്വാതിക്കൊന്നും സംഭവിക്കില്ല. ആഴമുള്ള സ്ഥലത്തല്ല സ്വാതി ചാടിയിരിക്കുന്നത്. ലച്ചുന്റെ ഓർമ്മ തിരിച്ചിട്ടാൻ വേണ്ടിയാ. സഞ്ജു, സഞ്ജു മോളെ, ശ്രീകുട്ടി മോളെ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ ആരെങ്കിലും ഒന്ന് ഓടി വായോ, എന്റെ മോളെ രക്ഷിക്കോ. അയ്യോ ആരെങ്കിലും ഒന്ന് വന്ന് രക്ഷിക്കേ. അയ്യോ മോളെ, ചേച്ചി, ചേച്ചി, അയ്യോ
ചേച്ചി അയ്യോ ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി. ലച്ചു, എന്താ ലച്ചു? അയ്യോ എന്റെ ചേച്ചി അവിടെ അവിടെ. ദേവി, മഹാമായി, എന്റെ മോനൊരാപത്തം വരുത്തല്ലേ. അമ്മൂന്റെ ഓർമ്മ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണേ ദേവി. ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ സഹായിക്കണേ അമ്മ. സത്യമെന്ന് വെച്ചാൽ ഞാൻ കേട്ടത്. പ്രഭ ഇപ്പൊ വിളിച്ചു പറഞ്ഞതാ. അമ്മുവിന്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു വന്നു. അവളിപ്പോ പഴയ അമ്മുവായി. എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന ദേവി കേട്ടല്ലോ. സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെ വിവാഹം കഴിഞ്ഞെന്ന് ഇപ്പൊ അമ്മൂന് അറിയോ? അമ്മു ശ്രീകുട്ടിയുടെ അരിയിൽ എത്തിയത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. എന്തായാലും വലിയൊരു പരീക്ഷണം ഒഴിഞ്ഞുപോയി. എനിക്കിത് വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. ഒക്കെ അവളുടെ അഭിനയം മാത്രമായിരുന്നു. എന്ത് പറഞ്ഞാലാ കവിതയ്ക്ക് വിശ്വാസം വരുന്നേ? എല്ലാ സംശയത്തിന്റെ നിഴലല്ലേ കാണൂ. ഇത്ര പെട്ടെന്ന് മൂസിന്റെ ചികിത്സ കൊണ്ട് ബലം കിട്ടുമായിരുന്നെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോവാതെ മനയിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇനി ഓർമ്മ തിരിച്ചു കിട്ടിയ നിലയ്ക്ക് വീണ്ടും അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണോ ഉദ്ദേശം? പിന്നെ അതൊരു ചോദ്യം തന്നെയാ. കുറെ കാലം സഞ്ജുവിന്റെ ഭാര്യയെന്നും പറഞ്ഞ് നടന്ന പെണ്ണ. എന്തായാലും ആ ചിന്തകളൊക്കെ അവളുടെ മനസ്സിൽ ഉണ്ടാവാതിരിക്കൂ. അമ്മു ഇനി ഇവിടെ നിൽക്കില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സഞ്ജുവിനെ ഭർത്താവായി കണ്ടതിന്റെ കുറ്റബോധം എന്തായാലും അവൾക്കുണ്ടാവും. ഒന്നും അവസാനിച്ചു എന്ന് ആരും കരുതണ്ട. ഓർമ്മ വരാനും പോവാനും അധിക സമയമൊന്നും വേണ്ടല്ലോ. ഏതിനും ചികിത്സ പൂർത്തിയാവട്ടെ, എന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. എനിക്ക് ഉടനെ അമ്മൂനെ ചെന്ന് കാണണം അച്ഛാ. അവളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ ഒരാള് വേണം. ശ്രീദേവി അവളെ കാണുന്നത് നല്ലതാ. അങ്ങനെ ഇനി വൈകണ്ട. രാജോദിനേശന്റെ കൂട്ടത്തില് സഞ്ജുവിന്റെ ശ്രീകുട്ടിയുടെയും കല്യാണം കഴിഞ്ഞ് നിന്നെയും കൂടി ഞാൻ വീട്ടിലേക്ക് വന്നത് മോൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? വീഴ്ചയിൽ നിന്റെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് പുറപ്പെട്ടത് വരെയുള്ള ഓർമ്മകൾ മാത്രമേ നിനക്കുണ്ടായിരുന്നുള്ളൂ. നീ സഞ്ജുവിനെ വിട്ടുപോയതും ശ്രീകുട്ടിയുടെ അരികിലേക്ക് എത്തിയതും ഒക്കെ മോള് മറന്നുപോയി.
അതറിയാതെയാ നിന്നെ ഞാൻ എന്റെ ആദ്യ മരുമകളായി വീട്ടിലേക്ക് കയറ്റിയത്. അമ്മേ, തീരെ സമയമില്ല മോളെ. മോള് വലതുകാലം വെച്ച് കയറി വാ. നീ എന്റെ മരുമോള്. വലതുകാലം വെച്ച് കയറി വാ മോളെ. മോള് വാ. മോളെ, സാരമില്ല. ഒന്നും മോൾ അറിഞ്ഞു ചെയ്തതല്ലോ. അതിവിടെ എല്ലാവർക്കും അറിയാം. നിന്നെ ആരും വെറുക്കില്ല. അത്രയ്ക്ക് നന്മകൾ ചെയ്തവളാ നീ. അമ്മ, ഞാൻ ആരെയെല്ലാം വേദനിപ്പിച്ചു. ഏറ്റവും കൂടുതൽ ഞാൻ വേദനിപ്പിച്ചത് എന്റെ ചേച്ചിയാ. ചേച്ചിന്റെ ഇവിടെ അത് പിന്നെ ഞാൻ ഈ നേരത്തെ ചേച്ചിക്ക് സഞ്ജുവേട്ടന്റെ മുറിയിൽ വരേണ്ട എന്ത് കാര്യമുള്ളത്? അതെ, നിങ്ങളുടെ റൂമില് അസമയത്ത് കയറിയതിന് സോറി. അവരെ കാണുന്നില്ലല്ലോ. ആ, അമ്മു. ലച്ചു എത്തിയില്ലേ? ഇല്ല. എല്ലാവരും പോവാൻ റെഡിയായോ? ഒരുപാട് തിരക്കുകളൊക്കെ മാറ്റിവെച്ചല്ലേ ഞങ്ങളെല്ലാരും ഇങ്ങോട്ട് പോകുന്നത്. മുത്തശ്ശനെ കണ്ടോ? ആ, തിരുമേനെ കണ്ടു, യാത്രയും ചോദിച്ചു. അമ്മ വരാൻ വേണ്ടി കാത്തു നിൽക്ക മോനെ ഞങ്ങളെല്ലാവരും. പോകാൻ തീരുമാനിച്ചോ? എല്ലാവരും അവിടെ ലച്ചുവിനെ കാത്തു നിൽക്കാം. അല്ല, അമ്മ എന്താ ഇത്ര വൈകുന്നേ? അവള് ബാഗ് ഒരുക്കോ? എത്ര നേരം ഇങ്ങനെ അവളെ കാത്തു നിൽക്കുന്നത്? ചികിത്സ തുടരുകയും ചെയ്യാം. നിങ്ങൾ സമാധാനത്തോടെ യാത്രയാവും.
മുമ്പ് ഞാൻ വരാൻ ചേച്ചി. മോളെ, അമ്മൂന്റെ തീരുമാനം അതാണെങ്കിൽ അത് നടക്കട്ടെ. ഞങ്ങൾ ഇറങ്ങട്ടെ തിരുമേനി. നമുക്കിറങ്ങാം മോളെ. 2-3 ദിവസം കഴിയുമ്പോ ഞാൻ വരും. എന്റെ കൂടെ പോന്നേക്കണം. മോളെ, നീ എന്താ വിരളി പിടിച്ച പോലെ? എങ്ങനെ വിളറി പിടിക്കാതിരിക്കും? ലച്ചുവിന് നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്ന്. ഈശ്വര, അതൊരു നല്ല കാര്യല്ലേ? ഇതിന്റെ പേരിൽ ആ പാവം കുട്ടി എന്തൊക്കെ അനുഭവിച്ചു. എന്തനുഭവിച്ചെന്ന് അമ്മ ഈ പറയുന്നേ? സത്യത്തിൽ അവളല്ലേ സഞ്ജുവിന്റെ ശരിക്കുള്ള ഭാര്യ. അവൻ രണ്ടാമതും കെട്ടിയതുകൊണ്ട് രണ്ടാം കെട്ടുകാരി എങ്ങനെ അവന്റെ ഭാര്യയാവും? നീ കുളം കലക്കി മീൻ പിടിക്കാനാ നോക്കുന്നത്. മംഗലശ്ശേരിക്കാർക്കെതിരെ നീ എന്ത് ചെയ്താലും ഞാൻ നിന്നെ തടയില്ല ഗൗരി. ആ കുടുംബം അസ്തമിച്ചു പോകാൻ തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. അമ്മയ്ക്ക് അവളോടുള്ള സെന്റിമെന്റ്സ് എനിക്കും ലച്ചുവിനോടുണ്ട്. ഞാനീ കണ്ട ലോകം മുഴുവൻ അലഞ്ഞിട്ടും എന്റെ അമ്മയെ കണ്ടെത്തി സംരക്ഷിച്ചവളാവള്. അതൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ അവള് ശത്രുപക്ഷത്ത് നിന്നാൽ എന്ത് ദയാദാക്ഷിണ്യമാ ഉള്ളത്? മഹാഭാരത യുദ്ധം പോലും നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ലേ? നീ ആരെ എന്ത് ചെയ്താലും ഞാൻ ചോദിക്കാൻ വരില്ല. പക്ഷേ ലച്ചുവിന് ദോഷം വരുന്ന ഒന്നും നീ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവില്ല. ഈ വീട് വിട്ട് ഞാൻ പോകും. നീ അത് ഓർത്തു വെച്ചോ. അപേക്ഷയോ യാചനയോ ഒന്നുമല്ല. ചക്രപാണി ജോത്സ്യൻ പറഞ്ഞത് അമ്മ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞതാണോ? എന്നെയും വിളിച്ച അമ്മയല്ലേ അയാളെ കാണാൻ പോയത്? ദേ, ലച്ചുവിന് ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. ഇനി സഞ്ജുവിന്റെ പിന്നാലെ ഭാര്യയെന്നും പറഞ്ഞ് അവൾ പോകില്ല. പക്ഷേ അവൾ പഴയ അമ്മുവായി മംഗലശ്ശേരിയിൽ തന്നെ ഉണ്ടാവും. സ്വാതി അവളെ കഥയറിയാതെ കൊണ്ടുപോകും. അവിടേക്കല്ലാതെ ആരോരും ഇല്ലാത്ത ആ പാവം പെണ്ണിന് എവിടെ പോകാനാകും? അവളെ എനിക്ക് എന്റെ കൂടെ നിർത്തണം. അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവൾ മംഗലശ്ശേരിയിൽ തിരിച്ചു പോകരുത്. ഞാനത് തടയും. ഭ്രാന്ത് പിടിച്ച മനസ്സുമായി നിൽക്കുന്ന നിന്നോട് ഞാൻ ഇനി എന്തു പറയാനാ? സ്നേഹം എന്നൊരു വികാരം നിനക്കില്ല. എന്താണമ്മേ സ്നേഹം? എന്നെ പ്രിയപ്പെട്ടവളെന്ന് പറഞ്ഞിരുന്ന വർമാജി പോലും എന്നെ കൈവിട്ടു പോയി. സ്നേഹത്തിന്റെ പ്രതിഫലനം കണ്ണീരല്ലേ? നേടിയിട്ടായാലും നഷ്ടപ്പെട്ടിട്ടായാലും. കഴിക്ക് സ്വാതി. ഇതിനാണ് സഞ്ജുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്? എല്ലാവരും ആഹാരം കഴിച്ചിട്ട് പോയി. നീ മാത്രം കഴിക്കാൻ വന്നില്ല. എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞില്ലേ സഞ്ജു? പട്ടിണി കിടക്കാതെ നീ കഴിക്കേ. ചിരിയുടെ കുളിരുളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ?
മായാജാലങ്ങൾ